നമസ്കാരം. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ ഉയർന്നത് എല്ലാവരും ഒറ്റക്കെട്ടെന്ന പതിവ് പല്ലവി. ഈ പ്രസ്താവനയെ ട്രോൾ ചെയ്യാൻ മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരന്റെ പ്രസംഗമാണ് വേദിയെ ചടുലമാക്കിയത്. ചിലതെല്ലാം തുറന്നു പറഞ്ഞ മുരളീധരൻ MP പദവി പോയതിലെ പ്രശ്നങ്ങളും സരസമായി വിശദീകരിച്ചു. KPCC ഓഫീസിലെ മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോകൾ നോക്കുമ്പോൾ വേദന വരുന്ന കഥയാണ് സ്ഥാനമൊഴിഞ്ഞ വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയത്. ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം KPCC അധ്യക്ഷ പദവി കിട്ടാത്തതിന് ചർച്ചയാക്കുകയായിരുന്നു കൊടിക്കുന്നിൽ. പിന്നോക്ക സമുദായത്തിൽ നിന്നൊരാളെ പ്രസിഡന്റാക്കാൻ AICC സംഘടനാ ജനറൽ സെക്രട്ടറി ഇടപെടൽ നടത്തണമെന്ന സന്ദേശം കൂടി കൊടിക്കുന്നിൽ വിശദീകരിച്ചു. കൊടിക്കുന്നിൽ നഷ്ടമൊന്നുമില്ലെന്നും MP എന്ന് പറഞ്ഞാൽ അതൊരു പോസ്റ്റാണെന്നും മുരളീധരൻ സരസമായി പറഞ്ഞു. കേന്ദ്ര സർക്കാർ ചെലവിൽ MP ആയ കൊടിക്കുന്നിലിന് പറക്കാം, പക്ഷേ എനിക്കൊരു പാർട്ടി മീറ്റിംഗിന് ഡൽഹിക്ക് പോകണമെങ്കിൽ പോലും പെൻഷൻ കാശ് എടുക്കണമെന്നായിരുന്നു മുരളീധരന്റെ മറുപടി. സണ്ണി ജോസഫും MV ഗോവിന്ദൻ മാഷും തമ്മിലെ അപൂർവത ചർച്ചയാക്കിയാണ് മുരളീധരൻ കാര്യങ്ങളിലേക്ക് കടന്നത്. CPMന്റെ കണ്ണൂർ സെക്രട്ടറി ആയിരുന്നു MV ഗോവിന്ദൻ. അദ്ദേഹം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഗോവിന്ദൻ കണ്ണൂരിൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ അന്ന് സണ്ണി ആയിരുന്നു DCC പ്രസിഡന്റ്. അതായത് അന്ന് കണ്ണൂരിൽ സമാന പദവി വഹിച്ചവർ ഇപ്പോൾ സംസ്ഥാന തലത്തിലും. ഇതിനൊപ്പം താൻ KPCC അധ്യക്ഷനായിരുന്നപ്പോഴാണ് സണ്ണിയെ DCC അധ്യക്ഷനാക്കിയതെന്നും മുരളീധരൻ പറഞ്ഞു. കണ്ണൂരിൽ അന്ന് അവസാന വാക്ക് സുധാകരനാണ്, മറ്റാരെയും വെച്ചാൽ ശരിയാകില്ല. അതുകൊണ്ട് ആരെ DCC അധ്യക്ഷനാക്കണമെന്ന് സുധാകരനോട് ചോദിച്ചു. എന്താ സംശയം, സണ്ണി തന്നെ എന്ന് സുധാകരൻ പറഞ്ഞു. അങ്ങനെ സണ്ണി DCC നേതാവായി. ഇപ്പോൾ ഇരിക്കുന്ന KPCC ആസ്ഥാനം നിർമ്മിക്കാൻ ഫണ്ട് സ്വരൂപിക്കാൻ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് സണ്ണി. എല്ലാവരെയും ജയിപ്പിക്കാൻ ഓടി നടക്കുമ്പോൾ പേരാവൂരിൽ ജയിക്കാൻ സണ്ണിയും ശ്രദ്ധിക്കണം. പണ്ടൊരു നേതാവ് സംഘടനാ ചുമതലയിൽ വന്നപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ കഥ പറഞ്ഞാണ് മുരളീധരൻ ഇക്കാര്യം വിശദീകരിച്ചത്. വർക്കിംഗ് പ്രസിഡന്റായ വിഷ്ണുനാഥിനെ പ്രത്യേകം അഭിനന്ദിച്ചു. വടകരയാണ് ഷാഫിക്ക് ഗുണമായതെന്നും പറഞ്ഞു. ഇതിനൊപ്പം വർക്കിംഗ് പ്രസിഡന്റായ AP അനിൽകുമാറിനെയും രസകരമായി പരാമർശിച്ചു. തെലങ്കാനയിൽ താൻ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉണ്ടായിരുന്നു. അന്ന് AICC സെക്രട്ടറിയായ വിഷ്ണുനാഥിന്റെ പ്രവർത്തനം നേരിട്ട് കണ്ടു. ചിലരെ സ്ഥാനാർത്ഥികളാക്കുന്നതിനെ കുറിച്ച് താൻ സംശയം ചോദിച്ചത് വിഷ്ണുവിനോടാണ്. എല്ലാം കൃത്യമായി പറഞ്ഞു തന്നു. തെലങ്കാനയിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് മുരളീധരൻ വിഷ്ണുനാഥിന് കൂടിയുള്ളതാണെന്നും പറഞ്ഞു വെച്ചു. അനിൽകുമാറിനെ ഒരു കാലത്ത് എൻ്റെ കൂടെ കൊണ്ടു നടന്ന ആളാണ്. ഇപ്പോൾ അംഗീകാരങ്ങളെല്ലാം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് മുരളീധരൻ കൂട്ടുകൈയടിക്കിടെ പറഞ്ഞു. വടകരയാണ് ഷാഫിയുടെ ഭാഗ്യം. വടകരയിൽ ഷാഫി കാലുവെച്ചതോടെ കരിയറിൽ ഉയർച്ച തുടങ്ങി. എന്നാൽ വടകര വിട്ട് താൻ തൃശ്ശൂരിലെത്തിയതോടെ തന്റെ ഗ്രാഫ് ഇടിഞ്ഞു. ഒപ്പം പ്രതാപന്റെ ഗ്രാഫും ഇടിഞ്ഞെന്നും മുരളീധരൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന പരോക്ഷ സൂചനയും മുരളീധരൻ നൽകി. ഇലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണമെന്ന് K കരുണാകരൻ എപ്പോഴും പറയാറുണ്ടായിരുന്നുവെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ കോൺഗ്രസിന് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു വെച്ചു. സ്ഥാനമൊഴിഞ്ഞവർക്കും നല്ല ഭാവി അദ്ദേഹം ആശ്വസിച്ചു. കോൺഗ്രസ് കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുമെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും പറഞ്ഞായിരുന്നു സണ്ണി ജോസഫിന്റെ സ്ഥാനം ഏറ്റെടുക്കലിൽ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയത്. ആരും ഒരു അതൃപ്തിയും ചർച്ചയാക്കിയില്ല. എന്നാൽ അതേ ടോണിൽ തുടങ്ങിയ കൊടിക്കുന്നിൽ തന്നെ KPCCയുടെ തലപ്പത്ത് നിയോഗിക്കാത്തതിനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് KPCC അധ്യക്ഷന്മാർ വന്നിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. KPCC ഓഫീസിൽ സ്ഥാപിച്ച പ്രഥമ പ്രസിഡന്റ് മുതൽ മുല്ലപ്പള്ളി വരെയുള്ളവരുടെ ഫോട്ടോ ചൂണ്ടിക്കാട്ടിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പരാമർശം. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റതിന് പിന്നാലെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനാരോഹണം. വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP, UDF കൺവീനർ അടൂർ പ്രകാശ് MP എന്നിവരും KPCC അധ്യക്ഷനൊപ്പം പദവി ഏറ്റെടുത്തു. പുതിയ KPCC നേതൃത്വത്തിനൊപ്പം പോരാട്ടത്തിലൊപ്പം ഉണ്ടാകുമെന്നും K സുധാകരൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായതിൽ പ്രശ്നമേ ഇല്ലെന്നും CPMനെതിരായ പോരാട്ടത്തിൽ പടക്കുതിരയായി മുന്നിലുണ്ടാകുമെന്നും K സുധാകരൻ പറഞ്ഞു. സണ്ണി ജോസഫിന്റെ രാഷ്ട്രീയത്തിലുണ്ടായ വളർച്ചയിൽ അഭിമാനം കൊള്ളുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF കൺവീനറായ MM ഹസൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ്, TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവരെയാണ് പദവിയിൽ നിന്ന് ഒഴിവാക്കിയത്. പകരമാണ് പുതിയ നേതൃത്വം.